ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഒരു രജിസ്റ്റേർഡ് നേഴ്സാണോ? നിങ്ങൾക്കൊരു നേഴ്സായി കാനഡയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണോ? അല്ലെങ്കിൽ നിങ്ങൾ ലൈസൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ടാവും, ഇവിടുത്തെ സാലറി എങ്ങനെയാണ്, ഇവിടുത്തെ വർക്കിംഗ് കണ്ടീഷൻ, എന്തൊക്കെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടും, ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ നഴ്സിംഗ് ഹോമിലോ വർക്ക് ചെയ്യാൻ എന്തൊക്കെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടാകും, എത്ര മണിക്കൂർ വർക്ക് ചെയ്യണം, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പം ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. തീർച്ചയായും വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, ഒരു ഇവിടെ നഴ്സിംഗിന് രണ്ട് കാറ്റഗറീസ് ആണുള്ളത്: രജിസ്റ്റേർഡ് നേഴ്സ് ആൻഡ് ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നേഴ്സ്. അതായത് BSc നഴ്സിംഗ് ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരാൾക്ക് രജിസ്റ്റേർഡ് നേഴ്സ് ആകാം, അല്ലെങ്കിൽ ഒരു 2 ഇയർ ഡിപ്ലോമ പഠിച്ച ഒരാളാണ് ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത്. രജിസ്റ്റേർഡ് നേഴ്സ് ആകുമ്പോൾ നമുക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. നമ്മളൊരു വാർഡിലെ ഇൻചാർജ് ആകണം. കൂടുതൽ, അതായത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ കൂടുതലും നമ്മൾ കൈകാര്യം ചെയ്യുന്ന രജിസ്റ്റേർഡ് നേഴ്സുമാരായിരിക്കും. ലൈസൻസ് പ്രാക്ടിക്കൽ നേഴ്സ് ആകുമ്പോഴത്തേക്കും രജിസ്റ്റേർഡ് നേഴ്സുമാരായിരിക്കുമല്ലോ കൂടുതൽ ഇൻചാർജ് ആണ്. അപ്പോൾ അവർക്ക് ഇൻചാർജിൻ്റെ റെസ്പോൺസിബിലിറ്റി കുറവായിരിക്കും. പിന്നെ അവർക്ക് ഒത്തിരി അൺസ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യൻസിനെ മാനേജ് ചെയ്യേണ്ടി വരത്തില്ല. കാരണം രജിസ്റ്റേർഡ് നേഴ്സുമാർക്കാണ്, ഒരു ഫ്ലോറിൽ രജിസ്റ്റേർഡ് നേഴ്സുണ്ട്, ആ നേഴ്സായിരിക്കും കൂടുതൽ അൺസ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഷിഫ്റ്റ് തുടങ്ങുന്നത് മേ ബി 7 മണിക്കായിരിക്കും. ഇപ്പോൾ 7 മണിക്കാണെങ്കിൽ 12 മണിക്ക് ഷിഫ്റ്റ് ആണെങ്കിൽ 7 to 7 ആയിരിക്കും. നൈറ്റ് ഷിഫ്റ്റ്, ഡേ ഷിഫ്റ്റ് ഉണ്ടാവും, നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടാവും. മോസ്റ്റ് ഓഫ് ദ ലൈക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് 4 days ഓൺ 4 days ഓഫ് ആയിരിക്കും. അതായത് 4 ദിവസം ജോലി, 4 ദിവസം ഓഫ് ആയിരിക്കും. കാരണം നിങ്ങൾ 12 മണിക്കൂർ ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാനുള്ള ടൈം തരികയാണ്. അതുകൊണ്ടാണ് 4 ദിവസം ജോലി, 4 ദിവസം ഓഫ് വരുന്നത്. അതുപോലെ തന്നെ ഇൻ ബിറ്റ്വീൻ നിങ്ങൾ ഓഫ് ഡേയിൽ നിങ്ങൾ ഷിഫ്റ്റ് പിക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഡബിൾ ടൈം ആയിരിക്കും. അതായത് നിങ്ങളുടെ മണിക്കൂറിലെ സാലറിയിൽ ഡബിൾ ടൈം ആയിരിക്കും. ഇവിടുത്തെ ഒരു ബേസിക് സാലറി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് രജിസ്റ്റേർഡ് നേഴ്സ് ആണെങ്കിൽ സ്റ്റാർട്ടിങ് സാലറി 40 അല്ലെങ്കിൽ $42 ആയിരിക്കും. ഓരോ പ്രൊവിൻസ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും. ഞാനിപ്പോൾ ഉള്ളത് ബ്രിട്ടീഷ് കൊളംബിയയിലാണ്. ഇവിടുത്തെ ഒരു ബേസിക് സാലറി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 42 ആണ്. അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഓരോ ഡോളർ കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. വിത്തിൻ 5 ഇയർ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഇവിടുത്തെ സാലറിയിൽ അത് കൗണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സാലറി അവിടെ കൂട്ടി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരു 12 hour ഷിഫ്റ്റ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മണിക്കൂറിന് $42 ആണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് 11 മണിക്കൂറിൻ്റെ പേ കിട്ടുള്ളൂ. കാരണം ഒരു മണിക്കൂർ നിങ്ങൾക്കത് ഒരു അൺപെയ്ഡ് അവറായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം അത് 1 hour ഒരു ബ്രേക്ക് ടൈം അൺപെയ്ഡ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് 11 മണിക്കൂറിൻ്റെ സാലറി നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം ഓൾമോസ്റ്റ് നിങ്ങൾക്ക് കൂട്ടി നോക്കാം, 11 into 40 ഓൾമോസ്റ്റ് ഒരു 500 അടുത്ത് നിങ്ങൾക്ക് ഉണ്ടാവും. അങ്ങനെ ഒരു പേച്ചക്കിൽ ഓൾമോസ്റ്റ് ഒരു 7 days നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടി വരും. പേച്ചക്ക് എന്ന് ഉദ്ദേശിച്ച് ഡബിൾ ബൈ വീക്കിലി ആയിരിക്കും. നമ്മുടെ നാട്ടിലെ മന്ത്ലി അല്ല, ഇവിടെ എവറി 2 weeks നിങ്ങൾക്ക് പേ കിട്ടും. അപ്പോൾ ഒരു 2 weeks മേ ബി നിങ്ങൾ 7 days അല്ലെങ്കിൽ 8 days, 7 days ആണെങ്കിൽ 77 hours ആയിരിക്കും പേ വരുന്നത്. അല്ലെങ്കിൽ 8 days ആണ് 88 hours ഇൻറ്റു നിങ്ങളുടെ സാലറി. ഇപ്പോൾ ബേസിക് സാലറി 40 എന്ന് വിചാരിക്കും. അപ്പം 88 into 40 ആയിരിക്കും. അത്രയും അതായിരിക്കും നിങ്ങൾക്ക് എവറി 2 weeks കിട്ടുന്നത്. പ്ലസ് അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ എന്തെങ്കിലും ഡബിൾ ടൈം, അതായത് ഓവർ ടൈം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓവർ ടൈം ഞാൻ പറയുന്നത് നിങ്ങളുടെ ഓഫ് ഡേയിൽ നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡബിൾ ആയിരിക്കും. നിങ്ങളുടെ അവർലി സാലറി 40 ആണെങ്കിൽ നിങ്ങൾ ഓഫ് ഡേയിൽ വർക്ക് ചെയ്താൽ ഓവർ ടൈം ആണ്. അപ്പോൾ 40 into 2 വരുമ്പോൾ 80. അപ്പോൾ നിങ്ങൾ 12 മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 11 മണിക്കൂറിൻ്റെ പേ കിട്ടും. 11 into $80 വരും. അപ്പോൾ ആ ഒരു ദിവസം നിങ്ങൾ ഓഫ് ഡേയിൽ വർക്ക് ചെയ്യാൻ കിട്ടുന്നതാണ് ഓവർ ടൈം. പ്ലസ് നിങ്ങൾ ബേസിക് സാലറിയിൽ നിന്ന് അത് ആഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് അതും കൂടെ കൂട്ടിയിട്ടായിരിക്കും ബൈ വീക്കിലി പേ വരുന്നത്. അതുപോലെ തന്നെ സാലറി നമുക്ക് പല ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്ക് സിക്ക് ബെനിഫിറ്റ്സ് കിട്ടും, വെക്കേഷൻ പേ കിട്ടും. എല്ലാ വർഷവും നമുക്ക് പെയ്ഡ് വെക്കേഷൻ കിട്ടും. ഓൾമോസ്റ്റ് ഒരു 1 month അടുത്ത് നമുക്കൊരു പെയ്ഡ് വെക്കേഷൻ കിട്ടും. അതായത് നിങ്ങൾ ജോലിക്ക് പോകാതെ തന്നെ നമുക്ക് റെഗുലർ സാലറി വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ സിക്ക് ബെനിഫിറ്റ്സ് ഉണ്ട്. നിങ്ങളൊരു വയ്യാതെ ഒരു ദിവസം സിക്ക് കോൾ വിളിച്ചു കഴിഞ്ഞാൽ അത് പെയ്ഡാണ്. അതായത് ഒരു ദിവസത്തെ സാലറി ഫുള്ളായിട്ട് നിങ്ങൾക്ക് പെയ്ഡായിട്ട് കിട്ടും ജോലിക്ക് പോകാതെ തന്നെ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിലാരെങ്കിലും സിക്കായി, നിങ്ങളുടെ കുട്ടികളുള്ളവരാണെങ്കിൽ കുട്ടി സിക്കായി, അപ്പോൾ നമുക്കൊരു എമർജൻസി ലീവിന് അപ്ലൈ ചെയ്യാം. ഓൾമോസ്റ്റ് 2 to 3 days നമുക്ക് എമർജൻസി ലീവ് കിട്ടും. അതും പെയ്ഡ് ലീവാണ്. അത് നമ്മുടെ അതായത് ഹ്യൂമൻ റിസോഴ്സ്, നമ്മുടെ കമ്പനിയുടെ HR വഴി നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റാണിത്. പിന്നെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ
നമ്മളൊരു ബൈ വീക്കിലൊരു ഒരു 3000 4000 ഉണ്ടാക്കിയാലും അത് ഫുള്ളായിട്ട് നമ്മുടെ കിട്ടില്ല. കാരണം ടാക്സ് കട്ട് ചെയ്യും, നമ്മുടെ പെൻഷൻ EI അങ്ങനെ പല കട്ടിങ്ങുകളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മുടെ കയ്യിലോട്ട് വരുള്ളൂ. മേ ബി ഇപ്പോൾ ഒരു 3500 നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ബൈ വീക്കിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനകത്ത് നിന്ന് ഒരു ഓൾമോസ്റ്റ് ഒരു $1000 കട്ട് ചെയ്ത് 2000 to 2500 നമ്മുടെ കയ്യിലോട്ട് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ അവർലി വേജ് ഇത്രയാണെങ്കിലും അത്ര നമ്മുടെ കയ്യിലോട്ട് കിട്ടുകയില്ല. പിന്നെ വർക്കിംഗ് കണ്ടീഷനിൽ നമ്മൾ 11 മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ 12 മണിക്കൂർ ജോലി ചെയ്താൽ അതിനകത്ത് 1 hour അൺപെയ്ഡ് ആയിട്ട് പോകും. അത് നമ്മൾ ബ്രേക്ക് അൺപെയ്ഡ് ആണ്. നമുക്ക് ആ സമയത്ത് ലഞ്ച് ടൈമോ അല്ലെങ്കിൽ ഡിന്നർ ടൈമോ അരമണിക്കൂർ ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് പുറത്ത് പോകാം. കോഫി ബ്രേക്ക് ആണെങ്കിൽ അത് പെയ്ഡാണ്, അത് നമുക്ക് പുറത്തു പോകാൻ പറ്റത്തില്ല. നമ്മുടെ അവിടെ തന്നെ ഹോസ്പിറ്റലിൽ തന്നെ നമ്മുടെ ബ്രേക്ക് റൂമിലിരിക്കണം. പിന്നെ നമുക്ക് 2 കോഫി ബ്രേക്ക് കിട്ടും, ഒരു ഡിന്നർ ബ്രേക്ക്, ഒരു ലഞ്ച് ബ്രേക്കും കിട്ടും. ഓൾമോസ്റ്റ് ഒരു 2 hour അടുത്ത് നമുക്ക് ഡേ ടൈമിൽ ബ്രേക്ക് കിട്ടും. പിന്നെ പേഷ്യൻ്റ് ലോഡാണെങ്കിൽ നമ്മൾ ബാക്ക് ഹോമിലെ പോലെ 10-15 പേഷ്യൻറ്റ് നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഓരോ നഴ്സുമാർക്കും നമ്മൾ അസൈൻ ചെയ്യും. ഓൾമോസ്റ്റ് ഒരു 4-5 നമ്മുടെ ഫ്ലോറിൽ നഴ്സുമാർ വർക്ക് ചെയ്യാൻ ആരും ഷോർട്ടല്ല. ആരും സിക്കോളൊന്നും വിളിച്ചാൽ എല്ലാവരും ഉണ്ടെങ്കിൽ നമുക്ക് എനഫ് നഴ്സസ് ഫ്ലോറിലുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമുക്കൊരു 4-5 പേഷ്യൻസിനെ ആണ് കിട്ടുന്നത്. അപ്പോൾ ആ പേഷ്യൻസിൻ്റെ കാര്യം നമ്മൾ നോക്കിയാൽ മതി. പിന്നെ ഒരു പോസിറ്റീവായുള്ള കാര്യം, നമ്മുടെ അസസ്മെൻറ്റ്, നമ്മുടെ സജഷൻസ് ഒക്കെ ഇവിടെ വാല്യൂ ഉണ്ട്. അതായത് നമ്മൾ അസസ് ചെയ്ത് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഡോക്ടർമാരുടെ അടുത്ത് നമ്മൾ പറയും, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ കേൾക്കും. അതിനൊരു വാല്യൂ ഉണ്ട്. അതൊരു വലിയ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം. ശരിക്കും ഒരു നഴ്സിംഗ് എന്ന നമ്മുടെ റോള്, ആ ജോലി ശരിക്കും നല്ലൊരു റെസ്പെക്റ്റുള്ള ഒരു പ്രൊഫഷനാണ് കാനഡയിൽ. ഒരു സ്കിൽഡ് കാറ്റഗറിയിൽ വരുന്ന ഒരു ജോബാണ്. നിങ്ങളൊരു വർക്ക് പെർമിറ്റിൽ നിൽക്കുകയാണെങ്കിലും ഈ ജോബ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിൽഡ് കാറ്റഗറിയിൽ നിങ്ങൾക്ക് പെർമനൻറ്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് വളരെ പ്രയോജനമുള്ളൊരു കാര്യമാണ്. നിങ്ങളൊരു നേഴ്സാകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് ആകുക. ബെസ്റ്റ് വിഷസ്. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് തോന്നുന്നു. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും ഉണ്ടാകുന്നതാണ്. കമ്മിങ് സൂൺ. വെയിറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.